ജ്യോതിഷ ദർശനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉത്രാട നക്ഷത്രത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ധനുരാശിയിൽ ആദ്യത്തെ കാൽഭാഗം, ധനുരാശിയിൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ധനുരാശിയിലും അവസാന ഭാഗം മകരരാശിയിലുമാണ്. അപ്പം ഈ ഉത്രാട നാളുകാരിൽ തന്നെ ധനുക്കൂറിൽപ്പെട്ട ഉത്രാട നാളുകാരുമുണ്ട്, മകരക്കൂറിൽപ്പെട്ട ഉത്രാട നക്ഷത്രക്കാരുമുണ്ട്. എന്നാലും പൊതുവെ ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വദേവതയാണ് ദേവതയായിട്ട് കരുതുന്നത്, മനുഷ്യഗണമാണ്. അതുപോലെ തന്നെ മൃഗം കാളയാണ്. ആ മൃഗത്തിൻ്റെ പോലെ ബലം, ശരീരബലം വളരെ നന്നായിരിക്കും. പക്ഷി കോഴിയാണ്, വൃക്ഷം പ്ലാവാണ്. ഈ മൃഗത്തെയും പക്ഷിയുമൊക്കെ ഉപദ്രവിക്കാതിരിക്കുന്നതും വൃക്ഷം വെച്ച് പിടിക്കുന്നതും വൃക്ഷത്തെ ആരാധിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. ഈ സൂര്യദശയിലാണ് ശരിക്കും ഉത്രാട നക്ഷത്രക്കാരുടെ ജനനം. ആ സൂര്യദശ ഏകദേശം നമുക്കൊരു 3 വയസ്സ് വരെ, 3-3.5 വയസ്സ് വരെ കണക്കാക്കാം. സൂര്യദശയിലെ ജനനം കൊണ്ട് ഉച്ചത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശയിലാണ് ജനിക്കുന്നതെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് ക്ലേശം, അരിഷ്ടതകൾ ജാതകനും ജനിക്കുന്നവർക്കും പിതാവിനും, ആദിത്യൻ പിതൃകാരകനായതുകൊണ്ട് പിതാവിനുമൊക്കെ ചില ദുരിതങ്ങളൊക്കെ, ബാലാരിഷ്ടതകളും ക്ലേശങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ക്രമേണ അതിനുശേഷം ചന്ദ്രദശ, ചൊവ്വാദശ, ക്രമാനുഗതമായിരിക്കുന്ന ദശാകാലങ്ങളിലൊക്കെ തന്നെ വളരെയധികം മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഇവരുടെ ഒരു യൗവനകാലം, യൗവനത്തിൻ്റെ ഒരു മധ്യകാലഘട്ടം മുതൽ അങ്ങോട്ട് ഒരു ഉയർച്ചയ്ക്കുള്ള സാധ്യത കൂടുതലായി കാണും. എന്ത് കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യും. അത് നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും ഏത് കാര്യവും ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര സെൽഫിഷ് ആണെന്ന് തോന്നിപ്പോകും. അതുപോലെ തന്നെ കേഡർ സ്വഭാവം ഭയങ്കരമായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, ചില പൊതു സ്ഥലങ്ങളിലും പൊതുരംഗങ്ങളിലൊക്കെ വന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ നിൽക്കുന്നതിൽ കൂടുതലും എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്രാട നക്ഷത്രക്കാരാണ്. അങ്ങനെയുള്ള ചില സ്വഭാവ പ്രകൃതങ്ങൾ, അഭിമാനബോധം വളരെ കൂടുതലായിട്ട് കാണിക്കും. എന്നാൽ ആദർശശുദ്ധിയും വിദ്യയും നല്ലതുപോലെയുള്ളവരാണ്. ഒരു കാരണവശാലും അവരവരുടെ വ്യക്തിത്വത്തെ വിറ്റ് പെരുമാറുന്നവരല്ല. ആദർശശുദ്ധി പാലിക്കും. നല്ലതുപോലെ വിദ്യ, എല്ലാ ഉത്രാട നക്ഷത്രക്കാരെ കുറിച്ചുമല്ല പറയുന്നത്. ഇപ്പം എല്ലാ ജനിക്കുന്ന ഉത്രാട നക്ഷത്രക്കാരും നാളെ PhD എടുത്ത് സർവജ്ഞാനികളായി പിന്നെ തീരുമെന്നല്ല പറയുന്നത്. ആ നക്ഷത്രത്തിൻ്റെ സ്വാഭാവികമായിരിക്കുന്ന ഒരു രീതിയാണ് പറയുന്നത്. 90% ആളുകളെയും ഈ ഗുണകരമായിരിക്കുന്ന കാര്യങ്ങൾ സ്വാധീനിക്കും. വിജയം വരെ അധ്വാനിക്കും. ഏതൊരു കാര്യം ഏറ്റെടുത്താലും ചിലരുണ്ട് പാതി വഴിയിൽ വെച്ച് പഠനം മുടക്കുന്നവരുണ്ട്, പാതി വഴിയിൽ വെച്ചൊരു ജോലി ഉപേക്ഷിച്ചിട്ട് പോകുന്നവരുണ്ട്, വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നവരുണ്ട്. എന്നാൽ ഇതങ്ങനല്ല. ഇത് ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ ആ കാര്യത്തിൻ്റെ എൻഡ് വരെ വിജയം കൈവരിക്കുന്നവരെയും അതിനുവേണ്ടി പരിശ്രമിച്ചു സ്ഥിരോത്സാഹികളായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ, അതൊരു ജോലിയാണെങ്കിൽ, ഒരു അറിവാണെങ്കിൽ, മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, ജനറൽ നോളജ് ആണെങ്കിലും ശരി, പറഞ്ഞു കൊടുക്കാൻ അതിനുള്ള താല്പര്യം, സന്നദ്ധത കൂടുതൽ കാണിക്കും ഈ നക്ഷത്രക്കാർ. വളരെ എളിയ ജീവിതം നയിക്കുന്നവരും വളരെ ഉന്നതമായിരിക്കുന്ന ചിന്ത പുലർത്തുന്നവരായിരിക്കും. എന്നാൽ പണം വളരെ ആലോചിച്ചേ ചിലവാക്കത്തുള്ളൂ. ലുബ്ധാണോ എന്നൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നിപ്പോകാം. എന്നാലും ഈ നക്ഷത്രക്കാർ പണം വളരെ ആലോചനാപൂർവ്വം തന്നെയായിരിക്കും ചിലവാക്കുന്നത്. അത്യാവശ്യത്തിന് മാത്രം ചിലവാക്കുക എന്നുള്ള ഒരു രീതിയാണ്. സമ്പാദ്യശീലരായിരിക്കും. ഭൂമിയാണെങ്കിലും വാഹനമാണെങ്കിലും സ്വർണമാണെങ്കിലും പണമാണെങ്കിലും ഒക്കെ സമ്പാദ്യശീലം നല്ലതുപോലെ ഉള്ള നക്ഷത്രക്കാരാണ് പൊതുവെ ഉത്രാട നാളുകാർ. സമയം ഒട്ടും തന്നെ വെറുതെ പാഴാക്കത്തില്ല. ചില ആളുകളുണ്ട് ചുമ്മാതെ, നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ട്, നല്ല സമയം ചീത്ത സമയം എന്നും പറഞ്ഞ് നമ്മൾ സമയത്തെ വേർതിരിക്കാറുണ്ട്. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോയാൽ നമ്മളെല്ലാവരും പറയും നമുക്ക് നല്ല സമയമാണ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ മോശം സമയമാണെന്ന് പറയും. പക്ഷെ ഈ സമയത്തിൻ്റെ അല്ല, ഇവിടെ ഗ്രഹങ്ങളുടെ പ്ലാനറി പൊസിഷനിൽ ആ സഞ്ചാര വേഗതയ്ക്കനുസരിച്ചിട്ടാണ് ചില ദോഷങ്ങളും ഗുണങ്ങളും ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. സമയം എന്ന് പറയുന്നത് ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാവർക്കും തുല്യമായി വീതിച്ച് കിട്ടുന്ന ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് സമയമാണ്. ആ സമയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഉത്രാട നാളുകാർ സമയത്തെയും ജീവിതത്തെയും നല്ലപോലെ ഉപയോഗപ്പെടുത്താൻ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. വെറുതെ സമയം പാഴാക്കൽ, എന്തെങ്കിലും പ്രവൃത്തി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ പ്രേമകാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം, സൗന്ദര്യാരാധനയിലും കലാസ്വാദനത്തിലും പ്രേമകാര്യങ്ങളിലൊക്കെ വളരെ താല്പര്യം, പ്രേമവിവാഹത്തിലേക്ക് കടക്കുന്നതിൽ തന്നെ പകുതിയിലേറെ നക്ഷത്രക്കാർ ഈ ശരിക്കും ഉത്രാടം നക്ഷത്രക്കാരെ അങ്ങനെ കാണാറുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെയും കാണാറുണ്ട്. നേതാക്കന്മാരായിരിക്കും. എവിടെയും നേതൃത്വശീലവും നേതൃത്വ പാഠവും നേതൃത്വ യോഗവും
ഒക്കെ ഉള്ള ആൾക്കാരാണ്. പിന്നെ ഒരു കുഴപ്പമുള്ളത്, എന്തും തുറന്നു പറയുന്ന ശീലവും ഒരു നിലപാടുള്ളവരായതുകൊണ്ട് ശത്രുക്കൾക്ക് യാതൊരു പഞ്ഞവും കാണത്തില്ല. നല്ല രീതിയിൽ ശത്രുത നേരിടുന്ന ഒരു നക്ഷത്രമാണ് ഈ ഉത്രാട നക്ഷത്രം. പിന്നെ ഉത്രാട നാളുകാരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിങ് മേഖലകൾ, കാർഷികമായ കർഷക വൃത്തിയുമായി കൃഷി വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഹോസ്പിറ്റൽ സേവനങ്ങൾ, സ്വർണ്ണ വ്യാപാരങ്ങൾ, അതുപോലെ തന്നെ നീതിന്യായ മേഖലകൾ, രാഷ്ട്രീയ പ്രവർത്തനം, കലാപ്രവർത്തനം, ഇവിടെയൊക്കെയും ആധ്യാത്മികമായിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ, പൊതുജന സേവനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ശോഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മാണിക്യമാണ് ഭാഗ്യരത്നം. അതുപോലെ മഞ്ഞ, വെള്ള, ഓറഞ്ച്, ചാരനിറം, ഇതൊക്കെ ഭാഗ്യ നിറങ്ങളും കൂടിയാണ് ഈ നക്ഷത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.